കഴിഞ്ഞ ആഴ്ച നമ്മുടെ എരമത്ത് താമസിക്കുന്ന ഒരു കുട്ടി, അവനൊരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എൻ്റെ അടുത്ത് വന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉസ്താദേ, ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ബാപ്പാനോടും ഉമ്മാനോടും മക്കൾ എങ്ങനെ പ്രവർത്തിക്കണം, ബാപ്പാനും ഉമ്മാനെ സ്നേഹിക്കണം, ബാപ്പാനോടും ഉമ്മാനോട് അദബ് കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണോ, ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദേ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കളോട് എങ്ങനെ മാതാപിതാക്കൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ അങ്ങനെ വലിയ പ്രസംഗങ്ങളൊന്നും കേട്ടിട്ടില്ല. ജുമാക്കൊട്ടാരും പറയാറുമില്ല. അതൊന്ന് പറഞ്ഞു കൊടുക്കണം ഉസ്താദേ. ഞാനൊക്കെ എന്നേ, അവൻ പറഞ്ഞ വാക്കാണ്, ഞാനൊക്കെ എന്നേ നശിച്ചു പോകേണ്ടതായിരുന്നു. എൻ്റെ വാപ്പാടും ഉമ്മാടെയും കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ആകേണ്ടവനല്ല. എൻ്റെ കൂട്ടുകാർ പള്ളിയിലേക്ക് പോണത് കൊണ്ടാണ് എനിക്ക് പള്ളിയിലേക്കെങ്കിലും വരാൻ പറ്റണത്. എൻ്റെ വാപ്പാടും ഉമ്മാടെയും സ്വഭാവം വെച്ചിട്ട് പള്ളിയുടെ ഭാഗത്തേക്കൊന്നും എന്നെ കാണാൻ പറ്റൂല. അത്ര മോശം അവസ്ഥയാണ് ഉസ്താദെ വീട്ടിൽ എന്ന് പറയുന്നത്. ആരാണെന്ന് പറയരുത്, വിഷയം ഉസ്താദ് പറയാൻ വേണം എന്ന് എന്നോട് പറഞ്ഞേൽപ്പിച്ചത് കൊണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു വിഷയം നമുക്ക് പറയണ്ടേ. നമുക്കൊക്കെ മക്കളുണ്ട്, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. നല്ല പാരന്റ്സ് ആണോ നമ്മൾ? നല്ല പാരന്റ്സ് ആണോ? നമ്മുടെ കുട്ടിയെ തനിച്ച് വിളിച്ചോണ്ട് പോയിട്ട് മോനെ വാപ്പി എങ്ങനെയുണ്ട്, ഉമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് നല്ലത് മാത്രം പറയുമെന്ന് ഉറപ്പുള്ള എത്ര പാരന്റ്സ് ഉണ്ട് കൂട്ടത്തിൽ? എത്ര വാപ്പമാരുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വഅലമൂ അന്ന അംവാലകും വഔലാദുകും ഫിത്ന. അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തും അതുപോലെ നിങ്ങൾക്ക് അല്ലാഹ് തന്ന ഈ മക്കളൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു തരത്തിലുള്ള പരീക്ഷണമാണെന്ന് റബ്ബുൽ ആലമീൻ. വല്ലാത്തൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തെ നിങ്ങൾ നല്ല നിലക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അത് സമ്പത്താണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, രണ്ടിനെയും ചേർത്തിട്ട് പഠിച്ചോ പറയണേ. ഏറ്റവും കൂടുതൽ മോശമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് സന്താനങ്ങളാണ്. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായ നിലയിൽ നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് രക്ഷയാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിൽ ചെന്ന് നിൽക്കുമ്പോ ഇവിടെ മക്കള് പറയണ ഒരു വാക്കുണ്ട്, റബ്ബനാ അരിനൽ ലദീന അദല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ്. പഠിച്ചോനെ, ഞങ്ങളെ വഴി പിഴപ്പിച്ച രണ്ട് മനുഷ്യന്മാരെ ഇങ്ങോട്ട് കാണിച്ചു തരണേ അല്ലാ. ഒന്ന് മനുഷ്യരിൽപ്പെട്ട നമ്മുടെ വാപ്പായും ഉമ്മായും, മറ്റത് ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളിൽപ്പെട്ടവരുമാണ്. ഒന്ന് കാണിച്ചു തരണേ അല്ലാ. എന്തിനാന്നറിയോ? ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലിട്ട് അവരെ ഒന്ന് ചവിട്ടിയിറക്കാനാണ് അല്ലാഹ്. ഞാനിങ്ങനെ വഴിപിഴച്ചു പോകാൻ കാരണേ എന്റെ വാപ്പായും ഉമ്മായുമാണ്. അവരൊന്ന് എന്റെ കാലിന്റെ അടിയിലേക്ക് ഒന്ന് കിടത്തി തന്നെ പഠിച്ചോനെ, ഞാനൊന്ന് മുകളിൽ കയറിയിട്ട് ചവിട്ടി ഇറക്കട്ടെ, ഞാനൊന്ന് താണ്ഡവമാടട്ടെ മക്കളെ വിളിച്ചു പറയുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പറഞ്ഞു തരാണ്. ഗൗരവത്തിന് എത്രയാണ് ഗൗരവം. നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് മക്കൾക്ക്. അള്ളാനെ കൊടുത്തോ? നമ്മൾ അള്ളാനെ കൊടുത്തോ? അള്ളാഹുവിന്റെ ദീൻ കൊടുത്തു നമ്മുടെ മക്കൾക്ക്? റസൂലുള്ളാഹിയെ കൊടുത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം? പകർന്നു കൊടുക്കാൻ പറ്റും നമുക്ക്? ആ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ഒരു പങ്ക്, കൃത്യമായ കൃത്യനിർവഹണം നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അത് വരിക എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് റബ്ബ് തുടർന്ന് പറയുന്നത്, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങൾക്ക് സമ്പത്തും നിങ്ങളുടെ സന്താനവും നിങ്ങൾക്കുള്ള പരീക്ഷണമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് കുറച്ച് ആളുകൾക്ക് അല്ലാഹു കിരീടമണിയിക്കും, സ്വർഗത്തിലെ കിരീടം. ആർക്കാണ് ആ കിരീടം എന്നറിയോ? മക്കളെ നല്ല നിലക്ക് വളർത്തിയവർക്കാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയുന്ന ഒരു വാക്കുണ്ട്, വസ്സബിയ്യു അമാനത്തുൻ ഇൻദ വാലിദൈഹി. മാതാപിതാക്കളുടെ കയ്യിലുള്ള സൂക്ഷിപ്പ് സ്വത്താണ്, അമാനത്താണ് സന്താനങ്ങൾ. അത്രേ അമാനത്ത്. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിസ് സാഹിബ് എൻ്റെ കുറച്ച് പൈസ എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ മൂപ്പര് പോയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാനത് വേറെ രീതിക്ക് മറിച്ചു. ചതിയാണോ അല്ലേ? എനിക്കതിൽ ഉപയോഗിക്കാനുള്ള അർഹതയുണ്ടോ? എൻ്റെ സൂക്ഷിക്കാൻ തന്ന വസ്തുവിൽ
മൂപ്പർക്ക് തൃപ്തിയില്ലാത്തൊരു രീതിയിൽ ഞാനത് ചെലവഴിച്ചാൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ വഞ്ചകനാണ്. അള്ളാഹു തന്ന സൂക്ഷിപ്പ് സ്വത്താണ് നമ്മുടെ മക്കള്. അത് പടച്ചോൻ ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കണം എന്നല്ലാതെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ നാം നമ്മുടെ സന്താനങ്ങളെ കൊണ്ടു നടന്നാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അറിയില്ലേ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു? ഇമാം സ്വലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ച് അറിയാത്തതാർക്കാ? സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാപ്പയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ കുരിശ് യുദ്ധത്തിൽ ഈ പറയുന്ന കുരിശ് യോദ്ധാക്കളിൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് വീണ്ടെടുക്കാൻ എന്റെ കുഞ്ഞിനെ ഞാൻ പ്രാപ്തരാക്കുമെന്ന് താൻ നേർച്ചയാക്കുന്നു. അല്ലാഹ്, ഒരു ബാപ്പയുടെ പ്രാർത്ഥനയാണത്. കുരിശ് യോദ്ധാക്കളിൽ നിന്ന് നിന്റെ ഹറമായ ഈ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടാൻ എന്റെ കുഞ്ഞിനെ ഞാൻ അതിനു വേണ്ടി പ്രാപ്തനാക്കാൻ ഞാനിതാ നേർച്ചയാക്കുന്നു റബ്ബേ. വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാപ്പയുടെ പ്രാർത്ഥനയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ അയ്യൂബി പാരമ്പര്യത്തിൽ ജനിച്ച മുസ്ലിം ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമാണ് മഹാനായ സയ്യിദി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് എന്റെ ബാപ്പാടെയും ഉമ്മാടെയും പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സുപോലും മക്കളെ വല്ലാതെ സ്വാധീനിക്കുമെന്നാണ് അത് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറുപ്പം മുതലേ വേണമെന്ന് നമ്മൾ സാധാരണ പറയും. അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടക്കാമരാണെങ്കിൽ സെയിമാണ്, യാഥാർത്ഥ്യമാണത്. മക്കളെ പിടിക്കേണ്ട ഒരു പ്രായമുണ്ട്, പിടിക്കേണ്ട ഒരു പ്രായമുണ്ട്. നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നില്ല, എല്ലാത്തിനും അനുവദിച്ചു കൊടുത്തു. അവസാനം മക്കൾ വളർന്നു വലുതായി ബാപ്പയോളം എത്തിയിട്ട് ഉസ്താദേ എന്റെ കുഞ്ഞ് നന്നാകാൻ ദ്വാരക്കണം, പള്ളിയിലേക്ക് 1000 രൂപ. നന്നാവോ? ഒരാൾ കോഴിക്കോട് ബസ്സിൽ കയറി, തൊട്ടപ്പുറത്തൊരു ഉസ്താദ് ഇരിപ്പുണ്ട്. ഉസ്താദെ ഈ വണ്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉസ്താദ് ദ്വാരക്കണം. എനിക്ക് പിരാന്താനോടാ എന്നല്ല നമ്മൾ ചോദിക്കാം. ഇതുപോലെ എല്ലാ തോന്നിവാസങ്ങൾക്കും അഴിഞ്ഞാട്ടത്തിന് നമ്മൾ സമ്മതം മൂളി നമ്മുടെ മക്കൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് വലുതായിട്ട് ബാപ്പയെ തിരിഞ്ഞു കുത്തുന്നത് കാണുമ്പോൾ ഉസ്താദേ തങ്ങളവർകളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാപ്പ വിവാഹം ആലോചിക്കുമ്പോൾ പോലും ഇങ്ങനെയായിരുന്നു, എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടണം, അതിലൂടെ എനിക്ക് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞുണ്ടാകണം. ഉണ്ടായി ആ കുഞ്ഞ്. അതാണ് സയ്യിദുനാ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെയാകണം. കുഞ്ഞ് ജനിച്ച് നമ്മുടെ വീടുകളിൽ പോലും ആ ഒരു സുന്ദരമായ ചുറ്റുപാട് വീട്ടിൽ നിറഞ്ഞു നിൽക്കണം. നിങ്ങൾക്കറിയോ ഏറ്റവും മോശം മനുഷ്യനാരാണ്? അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ശർറുൻ നാസി ളയ്യഖു അലാ അഹ്ലിഹി. വീട്ടുകാരോട് വലിയ കാർക്കശ്യം കാണിക്കുന്നവനാണ് ഏറ്റവും നശിച്ചവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശർറുൻ നാസ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വകൈഫ യകൂനു ളയ്യികൻ അലാ അഹ്ലി. നബി എങ്ങനെയാണ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അർറജുലു ഇദാ ദഖല ബൈതഹു ഖശിയത ഇംറഅതു. അവൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യക്ക് പേടിയാണ്. മക്കളെ ബാപ്പ വരാറായി ഒരു പേടി ഉണ്ടല്ലോ, ആ പേടിയുള്ള അന്തരീക്ഷമാണ് വീട്ടിലുള്ളതെങ്കിൽ മക്കളൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒളിച്ചോടും, പേടിച്ചോടി ഒളിക്കും. പാമ്പ് വന്നിട്ടല്ല, ആന ചവിട്ടാൻ വന്നിട്ടല്ല, ആര് വന്നിട്ടാ? ബാപ്പ വന്നിട്ടാണ്. അങ്ങനെ ഒരുത്തൻ ജനങ്ങളിലെ ഏറ്റവും നശിച്ചവനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. ഭാര്യക്കൊരു കാര്യം പറയണമെങ്കിൽ 100 വട്ടം ആലോചിക്കണം. മുപ്പരെന്ത് പറയും? എന്റെ വാപ്പാക്ക് വിളിക്കൂ, എന്റെ ഉമ്മാക്ക് വിളിക്കൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ മക്കളെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മൾ അത്രയും മോശം മനുഷ്യരാണെന്ന് പഠിപ്പിക്കുന്നത് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ആകരുത് ഒരു വാപ്പാന്ന് കാണിച്ചു തരുന്നുണ്ട് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ മക്കളെ സ്നേഹിക്കണം. അവിടുത്തെ ലോകത്തെ ഏറ്റവും മഹാഭാഗ്യം ചെയ്തൊരു മകളാണത് സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ലോകത്ത് ഇത്രമേൽ ഭാഗ്യം ചെയ്ത മറ്റൊരു മകളുണ്ടോ? ഫാത്തിമ എപ്പോ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് നെറുകയിൽ ചുംബിക്കുമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു സദസ്സിൽ മുത്തുനബി ഇരിക്കാം, അപ്പോഴാ ഫാത്തിമ ബീവി കടന്നു വരുന്നത്. ആരുണ്ടായിക്കോട്ടെ, എന്റെ മകൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിക്കും. അത് കല്യാണത്തിന് ശേഷവും അങ്ങനെ തന്നെ.
പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില ആത്മഹത്യകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. കല്യാണം കഴിഞ്ഞിട്ടാണ് ആത്മഹത്യകൾ കൂടുതലും സംഭവിക്കുന്നത്. കാരണം എന്താ? എനിക്ക് ആരുമില്ല, സങ്കടം പറയാൻ ആരുമില്ല. വീട്ടിൽ പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിച്ചു വിട്ടില്ലേ എന്നൊരു ധ്വനിയാണ് വീട്ടിലുള്ളത്. കെട്ടിച്ചു വിട്ടാൽ മകളല്ലാതാവോ? ഇല്ലല്ലോ. ആ ചേർത്തു പിടിക്കൽ അപ്പോഴുണ്ടായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എന്നാണ്. അത്ര മനോഹരമായ ജീവിതം കാഴ്ചവെക്കുന്നുണ്ട്. ഒരിക്കൽ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് മുത്തുനബി ചെല്ലുന്നുണ്ട്. ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും ഇങ്ങനെ പിണങ്ങിയിട്ട് കട്ടിലിൽ കിടക്കുക, രണ്ടുപേരും പിണങ്ങി കിടക്കുക. അതിന്റെ നടുക്ക് പോയിരുന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് വെച്ച് കൊടുക്കുന്ന ഒരു അമ്മായിയപ്പനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരിക്കലും വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വാതിലിൽ മുട്ടുന്നുണ്ട്. ഫാത്തിമ, ഉപ്പയാണ്, ഒന്ന് തുറക്കൂ. അപ്പൊ അകത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഉപ്പ അങ്ങയോടൊപ്പം മറ്റൊരാളുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പൊ തുറക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള വസ്ത്രങ്ങളില്ല ഉപ്പ. ആരാണ്? മദീനയുടെ രാജാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ രാജാവിന്റെ പ്രിയപ്പെട്ട മകളായ സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എനിക്ക് ധരിക്കാൻ വസ്ത്രങ്ങളില്ലപ്പ. അവിടുത്തെ മേൽ വസ്ത്രം അഴിച്ച് പുറത്തു നിന്ന് അകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് ധരിച്ചു. വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളുണ്ട്, സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. കരയാണ്. എന്താണ് ഫാത്തിമ വിശേഷം? ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. 2 ദിവസമായി. ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഫാത്തിമ, ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായിട്ടുണ്ട് മോളെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോളെ അങ്ങ് ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോള് സഹിക്കുന്നതിനൊക്കെ ഫലമുണ്ടാകും. എന്റെ മോള് ക്ഷമിച്ചാൽ നാളെ സ്വർഗത്തിലെ യുവതികളുടെ നേതാവാണ്. ക്ഷമിക്കണേ മോളെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്ന ഒരു ഉപ്പ. കല്യാണം കഴിഞ്ഞ ഉടനെ ഈ ഒരു സങ്കടം പറയുമ്പോ, എവിടെ അലി, എവിടെ? അവന് പണിയൊന്നുമില്ല, അവൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ? അധ്വാനിക്കുന്നുണ്ട് അലി, പക്ഷേ ചിലവിന് തികയുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഒരു മകളുടെ ബാപ്പ എന്നോണം സൈക്കോളജിക്കലി അവിടെ ഇടപെടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹത്ര മഹത്തരാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ അല്ലേ, മുത്തുനബി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോ ആന കളിക്കുന്നുണ്ട്. സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ബാപ്പ നിസ്കരിക്കുമ്പോ കുഞ്ഞുമക്കൾ അടുത്തു എന്ന് നമ്മൾ എന്താ പറയാ, ബാപ്പ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഹബീബായ തങ്ങൾ കുനിയുമ്പോ സുജൂദ് ചെയ്യുമ്പോ മുകളിൽ കയറിയിരുന്ന ആന കളിക്കും. ആ കുഞ്ഞുങ്ങളെ പതിയെ താഴെ ഇറക്കും, അല്ലെങ്കിൽ ആ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് വരെ സുജൂദിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. കുടുംബത്തോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചിരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, കുഞ്ഞ് അമാനത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ മനസ്സുണ്ടല്ലോ, അതൊരു കളങ്കമില്ലാത്ത ഒരു മാണിക്യം പോലെയാണെന്ന് ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഞാൻ 2 കുട്ടികളുടെ ചരിത്രം അന്ന് പറഞ്ഞിരുന്നു, പക്ഷേ മൈക്ക് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമ്മുടെ മദ്രസയിൽ ആ ഒരു ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 കുട്ടികൾ. ഒന്ന് ജർമ്മനിയിലെ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ബെഞ്ചമിന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തുന്നത്. അച്ഛനില്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ട വളർത്തുന്നത്. ഓരോ വീട്ടുജോലിക്കൊക്കെ പോയിട്ടാണ് ബെഞ്ചമിന്റെ അമ്മ അവരെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വൈറ്റ് വാഷ് ചെയ്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകുമ്പോ ബെഞ്ചമിനോട് പറയുന്നുണ്ട്, മോനെ, നിന്റെ പെങ്ങൾ ശാലി മോൾ ഇവിടെ ഉണ്ട്, അവളെ ഒന്ന് ശ്രദ്ധിക്കണേ. കുട്ടി അമ്മയോട് പറഞ്ഞു, ശരി അമ്മ പോയിട്ടു ഇങ്ങനെ പോയി വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ച എന്താ? മോനിങ്ങനെ സാലിമോളൊക്കെ നോക്കി മതിയായപ്പോ അവിടെ ഇരുന്ന പെയിന്റിംഗ് ബ്രഷൊക്കെ എടുത്തിട്ട് ചുവരിൽ ഇങ്ങനെ വരക്കുന്ന കാഴ്ചയാ കാണുന്നേ. നമുക്ക് ദേഷ്യം വന്നു. വടിയെടുത്ത് അടിക്കാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് ചുവരിൽ എന്തോ വരച്ചിട്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. വേഗം ആ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ സാലിമോളല്ലേ മോനെ, ഇത് നമ്മുടെ സാലിമോളല്ലേ. ആ ഒരൊറ്റ വാക്കാണ്, ആ ഒരൊറ്റ വാക്കുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ബെഞ്ചമിൻ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ. ആ കുട്ടി ആരായെന്ന് നിങ്ങൾക്കറിയോ? ലോകം അറിയപ്പെടുന്ന ചരിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന കുട്ടിയായി തീർന്നു അത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു.
പടം വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടിയാണ്. അവന് വീട്ടിൽ ഇങ്ങനെ ചുവരിലൊക്കെ വരച്ചു വെക്കും. പക്ഷേ അവന്റെ അച്ഛൻ ഇതൊന്നും ഇഷ്ടമല്ല. ഭയങ്കര ചൂടനായിരുന്നു, മിണ്ടിയ ദേഷ്യപ്പെടും. എന്തൊരു കാര്യം കണ്ടാൽ അപ്പൊ തന്നെ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ. ഒരിക്കൽ എന്ത് ചെയ്തു എന്ന് വെച്ചാല് അവന്റെ വീടിന്റെ പുറത്താക്കി, നല്ല നല്ല ഇരുട്ടുള്ള സമയത്ത് ആ കുട്ടിയെ വീടിന് പുറത്താക്കിയിട്ട് വാതിലടക്കുന്നുണ്ട് അച്ഛൻ. അവനിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് പേടിയാണ്, ഇരുട്ടിനെ എനിക്ക് പേടിയാണ്, എന്നകത്തേക്ക് വിളിക്കണം. കേട്ടില്ല. അച്ഛനൊരു ജൂതനായിരുന്നു. അച്ഛനോടുള്ള വെറുപ്പ് ജൂത സമൂഹത്തോട് മുഴുവനായി തീർന്നു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന കുട്ടിയായിട്ട് ആ പടം വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കുട്ടി മാറി എന്നുള്ളതാണ്. അപ്പൊ വരയ്ക്കാൻ ഇഷ്ടമില്ലാതിരുന്ന, വരയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന കുട്ടിയെ അമ്മയുടെ ചേർത്തുപിടിക്കൽ കൊണ്ട് ചിത്രകാരനാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വരക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിയെ അച്ഛന്റെ വെറുപ്പിക്കൽ കൊണ്ട്, അച്ഛന്റെ ദേഷ്യ സ്വഭാവം കൊണ്ട്, കാർക്കശ്യം കൊണ്ട് ആ ഹൃദ്യമായതിൽ നിന്ന്, അവരവസരത്തിൽ നിന്ന് മാറ്റി നിർത്തി ഏറ്റവും മോശം മനുഷ്യനാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതാണ് അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ആ കുട്ടിയെ മോശമാക്കുന്നത് മാതാപിതാക്കളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഖാലിയത്തുൻ മിൻ കുല്ലി നഖ്സിൻ വശൂറ. ആ കുഞ്ഞ് ജനിക്കുമ്പോഴേ അവന്റെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി അതിങ്ങനെ ഫ്രീ ആണ്, ഒന്നും ഉണ്ടാവില്ല അതിൽ. അത് എന്തും സ്വീകരിക്കാൻ തക്കവണ്ണം ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ആ കുട്ടിയെ നന്നാക്കുന്നതും മോശമാക്കുന്നതും നമ്മളാകുന്ന രക്ഷിതാക്കളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. സക്കരിയ നബിയുടെ ഒരു ദുആ ഉണ്ട്, റബ്ബി ഹബ്ലി ദുർരിയതൻ ത്വയ്യിബാ. എനിക്ക് കാണുമ്പോ തന്നെ സന്തോഷം തോന്നുന്ന ഒരു കുഞ്ഞിനെ തരണേ, കൺകുളിർമയേകുന്ന കുഞ്ഞ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, വഫിൽ ആഖിറതി ഹസന. റബ്ബനാ ഹബ് ലനാ ഞങ്ങൾക്ക് നീ ആക്കി തരണമേ, മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ ഞങ്ങളുടെ ഇണകളെയും മക്കളെയും കൺകുളിർമയുള്ള മക്കളാക്കി തരണമേ ചെമ്പുരാനെ. ഇത് ഇണകൾ എന്ന് പറയുമ്പോൾ ഭാര്യയെ നന്നാക്കണേന്ന് മാത്രമല്ല, ഭാര്യയും പെട്ടു ഭർത്താവും പെട്ടു എന്നാണ്. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, അവർക്ക് സച്ചരിതർക്ക് മുമ്പിൽ നടക്കുന്നവരായി ഞങ്ങളെ മാറ്റണേ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലായി ഞങ്ങളെ നീ മാറ്റി തീർക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലായി ഞങ്ങളെ നീ മാറ്റി തീർക്കണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യണമെന്നത് അള്ളാഹുവിന്റെ ഖുർആനിക അധ്യാപനാണ്. നമ്മളോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് കേവലം ദുആയിൽ ഒതുക്കാൻ പറ്റൂല, നമ്മൾ റോൾ മോഡലുകളാകണം. ബാപ്പ ചെയ്യുന്നതേ മക്കൾ ചെയ്യൂ, ഉമ്മ ചെയ്യുന്നതേ മക്കൾ ചെയ്യൂ. പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമായില്ല. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ബാപ്പയോട് മര്യാദ ഉണ്ടാകണമെങ്കിൽ മര്യാദയുള്ള സ്വഭാവം ആർക്കുണ്ടാകണം? ബാപ്പക്കുണ്ടാകണം. അതല്ലേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചൈൽഡ് സൈക്കോളജി പറയുന്നത് കാണാം, ആരാണ് സീനിയർ, ആരാണ് സീനിയർ. നമ്മളൊന്ന് പറഞ്ഞു, ആരാണ് സീനിയർ? ആരാണ്? കുട്ടിയാണോ ബാപ്പയാണോ? കുട്ടിയാണോ ബാപ്പയാണോ സീനിയർ? നമ്മൾ പറയാ ബാപ്പയാണ്. എന്നാൽ ചൈൽഡ് സൈക്കോളജി പറയുന്നത് കുട്ടിയാണ്. കാരണം എന്താ? നീ ബാപ്പയാകുന്നതിനും 9 മാസം മുമ്പ് കുട്ടി ഉമ്മയുടെ വയറ്റിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുട്ടിയോട് എന്തിനങ്ങനെ പറയാൻ കാരണം, അവനും റെസ്പെക്ട് കൊടുക്കണം, ആദരവ് കൊടുക്കണം. ആ ആദരവേ നിനക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് 1400. അപ്പോ മഹാനവറുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടിക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുത്താൽ, നല്ല അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സംസ്കാരമാണ്, അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ബാപ്പ നിസ്കരിക്കുന്നവനായാൽ മക്കളും നിസ്കരിക്കുമല്ലോ, ബാപ്പ നോമ്പ് പിടിച്ചാൽ മക്കളും നോമ്പനുഷ്ഠിക്കുമല്ലോ, ബാപ്പ സ്വതക്ക കൊടുക്കുന്നത് കണ്ടാൽ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണമെന്ന മനസ്സ് മക്കൾക്കുണ്ടാകുമല്ലോ. ബാപ്പ ചീത്ത പറയുന്നുണ്ടോ, മക്കളും ചീത്ത പറയും. ബാപ്പ ചെറി പറയുന്നുണ്ടോ, മക്കളും ചെറി പറയും. ബാപ്പ ഹറാമ് ചെയ്യുന്നുണ്ടോ, മക്കൾ അതുപോലെയോ. ബാപ്പ ബീഡി വലിക്കുന്നുണ്ടോ, മക്കളും വലിക്കാരനാകും. നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. നിങ്ങളത് സംസ്കാരമായി കുഞ്ഞുങ്ങളിൽ ഉണർത്തി കൊടുക്കണമെന്ന് ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു വാക്കുണ്ട്, അൽ വലദു സിർറു അബി. ഒരു കുട്ടി എന്ന് പറയുന്നത് വാപ്പാടെ രഹസ്യമാണ്. 5 നേരം പള്ളിയിലുണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും അടിപൊളിയാണ്, മുമ്പിലുണ്ടാവും. പക്ഷേ
മക്കള് വളരെ മോശമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഈ വാപ്പാക്കൊരു രഹസ്യമുണ്ട്, ആ രഹസ്യമാണ് ഈ മോനെന്ന് മനസ്സിലാക്കണം. കാരണം വാപ്പ എന്താണോ വീട്ടിൽ കാണിക്കുന്നത് അതേ കുട്ടി പുറത്ത് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നന്നാക്കി വളർത്തിയാൽ നീ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്താൽ, കൃത്യമായി ദീന് അധ്യാപനം നടത്തി കൊടുത്താൽ, അവൻ അതിലായി വളരുകയും ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് മതിയെന്ന് ഇമാമുൽ ഗസ്സാലി. മാത്രല്ല അവന് കിട്ടുന്ന പ്രതിഫലത്തിൽ മാതാപിതാക്കളും പങ്കാളികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഉപകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജുമാ ദിവസമായിട്ട് മരണപ്പെട്ട ആളുകളുടെ ഖബറിന്റെ അടുക്കൽ പോയി സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ടൊന്ന് ദുആ ചെയ്ത് സിയാറത്ത് ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട്? നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അതേ ലഭിക്കൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് കണ്ടാലേ നിങ്ങളുടെ മക്കള് നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്യും. ആ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി പോയി ഒന്ന് ദുആ ചെയ്യാൻ, നമ്മുടെ വെല്ലുമ്മക്കും വെല്ലുപ്പക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എത്ര മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്? പള്ളിക്കാടുകളൊക്കെ ആരുമില്ലാതെ അനാഥമായി കിടക്കുകയാണ്. എനിക്കൊരു മനുഷ്യനെ പരിചയമുണ്ട്, എന്റെ മഹല്ലുകാരനാണ്. മൂപ്പരെല്ലാ ദിവസവും മൂപ്പരുടെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാ ദിവസവും എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം പോലും സിയാറത്ത് ആ മനുഷ്യൻ ചെയ്യാതിരിക്കൂല. ആ ഭാര്യയുടെ അടുക്കൽ പോയി ഒരു സലാം പറഞ്ഞു, അവിടെ നിന്നൊരു യാസീൻ ഓതിയിട്ട്, പടച്ചവനെ യാസീന്റെ വറക്കച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യാതെ ഒരു ദിവസം പോലും കടന്നു പോകാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു 60-65 വയസ്സുണ്ടോ? 10-25 കൊല്ലമായി അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടിട്ട്. ഈ 25 കൊല്ലത്തോളം ഈ ഖബറിന്റെ അടുക്കൽ വന്നിങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു ബാപ്പ. ആ മക്കളെ കണ്ട്, ആ ബാപ്പയെ കണ്ട് മക്കൾ പഠിക്കാതിരിക്കോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആകാശത്ത് നോക്കി വളരെ ഭയവിഹ്വലത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാൻ, പേടിച്ചു നിൽക്കുന്നത് പോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താണ് പറ്റിയത്? ഒന്നുമില്ല ആയിഷ, ഞാനിങ്ങനെ നോക്കുമ്പോഴേ ഞാൻ ആഖിറത്തിലെ ഒരു കാഴ്ച കാണുകയായിരുന്നു. ഒരു മനുഷ്യനെ അതിക്രൂരമാംവിധം നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നുണ്ട് ആയിഷ. പെട്ടെന്നാണ് 3 പെൺകുട്ടികൾ ചാടി വീണ് ആ മനുഷ്യനെ അങ്ങ് പൊതിയുന്നത്. യാ റബ്ബി, യാ റബ്ബി, ഇത് ഞങ്ങളുടെ ബാപ്പയാണല്ല, ഞങ്ങളുടെ ബാപ്പയാണ്. ഞങ്ങൾക്ക് ഇൽമു തന്ന, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തന്ന, ഞങ്ങൾക്ക് നല്ല ഇണകളെ തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, നീ കരുണ ചെയ്യണേ അല്ലാ എന്നാ മക്കൾ പറഞ്ഞതിന്റെ പേരിൽ ആ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്കാക്കിയ കാഴ്ച ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. ആയിഷ, പെൺമക്കൾ വലിയ സൗഭാഗ്യമാണ്. സൂറത്തുൽ കഹ്ഫിലെ ഒരു ഭാഗമുണ്ടല്ലോ, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ശേഷിക്കുന്ന സുഹൃതങ്ങൾ. ഇതിന് ഇമാം ഖുർത്തുബി റഹിമഹുള്ള അർത്ഥം കൊടുത്തത് അൽ ബനാത്തുസ് സ്വാലിഹാത്ത്, സ്വാലിഹാത്തുകളായ പെൺകുട്ടികൾ എന്നാണ്. ഈ പെൺകുട്ടികൾ നിങ്ങളെ നാളെ കൈപിടിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ആണായാലും പെണ്ണായാലും നന്നായി വളർത്തുക, നാളെ പരലോകത്തും ഈ ദുനിയാവിലും നമുക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കി തീർക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ മൃഗങ്ങളെ പോലെ അതപ്പതിച്ചു പോകും, മൃഗങ്ങൾക്ക് സമാനമായി തീരും. എല്ലാ ഹറാമുകളുടെയും കൂച്ചരങ്ങുകളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകും. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ട് നമ്മുടെ മക്കൾ മുമ്പിൽ ഉണ്ടാകും. ആ മക്കളെ കൊണ്ട് ദുനിയാവിൽ എന്ത് ലഭിക്കാൻ, ആഖിറത്തിൽ എന്ത് ലഭിക്കാൻ? അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചുരുക്കാൻ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞിന് നൽകുന്ന ഒരു ഉപദേശം, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉപദേശിക്കാൻ, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. സുബ്ഹാനല്ലാഹ്. ഒരു സ്നേഹത്തോടെയുള്ള ഉപദേശം ഒരു ബാപ്പാക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആ ബാപ്പ സ്നേഹത്തോടെ അവനോട് പെരുമാറുന്നവനാകണം. എപ്പോഴും ദേഷ്യം, ഉപദേശം, രണ്ടും കൂടെ നടക്കൂല. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉപദേശിക്കാനും കഴിയണം എന്നാണ്. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ നിസ്കാരം കൃത്യാക്കണേ. പറഞ്ഞതുകൊണ്ടായില്ല, ആ ബാപ്പ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ബാപ്പയായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ
നിസ്കരിക്കുന്ന ബാപ്പ മോനെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരണം. എത്ര ബാപ്പമാരെ നിസ്കരിക്കുന്നുണ്ട്? ബാപ്പ വീട്ടില് വെറുതെ ഇരിക്കുക, എന്നിട്ട് മോനോട് പറയാം പോയി പള്ളി പോടാ എന്ന് പറഞ്ഞാൽ മകൻ അനുസരിക്കില്ല. പലപ്പോഴും പല സഹോദരിമാര് സങ്കടം പറയാറുണ്ട്, അതെ മോനോട് അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം ഉമ്മ വാപ്പാനോട് പറയുന്നതാണ് പറയുന്നത്. ബാപ്പ ചെയ്യുന്നത് പോലെ ഉമ്മ ചെയ്യുന്നത് പോലെ മക്കൾ ചെയ്യൂ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് കൊടുക്കുന്ന ഒരു അധ്യാപനം, മോനെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക. എന്റെ മോന് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ക്ഷമിച്ചു നിൽക്കണേ, തളർന്നു പോകല്ലേ മോനെ, നീ ക്ഷമിക്കണേ എന്ന് ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ക്ഷമിക്കണേ, അത് വളരെയധികം ആനുകാലികമാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കത്തിയിന്മേൽ അഭയം പ്രാപിക്കുന്നവർ, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവർ, മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർ, മക്കളോട് പറയാം, മക്കളെ ടെൻഷൻ അടിക്കില്ല, ദുനിയാവാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷമിച്ചു നിൽക്ക്, നല്ല സ്ട്രോങ് ആയ ബോഡിയോടെ നിൽക്ക്, മനസ്സിന് ബലം ഉണ്ടാകട്ടെ, നീ ക്ഷമിക്ക്, അല്ലാഹ് കൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യം. തളർന്നു പോകരുത്. ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നുള്ള ബോധ്യം ആ കുഞ്ഞിന് പകർന്നു കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിന്റെയും ഉത്തരവാദിത്വമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം. പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് അതിന്റെ അർത്ഥം. ആ പുസ്തകം ഇങ്ങനെയാണ്, ഫാദർലെസ് അമേരിക്ക കോൺഫ്രണ്ടിങ് അവർ മോസ്റ്റ് അർജന്റ് സോഷ്യൽ പ്രോബ്ലം. ആ പുസ്തകത്തിൽ ഒരു വാചകം ഇങ്ങനെ കാണാം, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് 20th century, 20ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിൽ paternal disinvestment has become major cause of declining child well-being. കുട്ടികൾ വളരെ മോശമാകാൻ കാരണം രക്ഷിതാക്കളുടെ ഒരു രക്ഷകർത്തൃത്വം ഇല്ലാതായി പോയത് കൊണ്ടാണ്, രക്ഷിതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാതായി പോയത് കൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സാമൂഹിക അവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണവും അത് തന്നെയാണ്. അത് നയിച്ചത് എന്തിലേക്കാണ്? എസ്പെഷ്യലി കൊള്ളയിലേക്കും കൊലയിലേക്കും മയക്കുമരുന്നിലേക്കും ചൂതാട്ടത്തിലേക്കും എല്ലാ തോന്നിവാസങ്ങളിലേക്കും ആ കുട്ടികളെ കൊണ്ടുചെന്നെത്തിച്ചത് മാതാപിതാക്കളുടെ രക്ഷകർത്തൃത്വം ഇല്ലാതായി പോയത് കൊണ്ടാണ്. മാതാപിതാക്കൾ നോക്കുന്നില്ല. അവിടെയൊക്കെ ഈ ഫാദർലെസ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ കാണാം, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് കുട്ടികളാണ് അച്ഛനില്ലാതെ അവിടെ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന രീതിയിൽ മൃഗങ്ങളെ പോലെ രതി ആസ്വദിക്കുന്ന ഒരു സ്വഭാവം. പ്രസവിക്കുകയും ചെയ്യും, ആ കുഞ്ഞ് അവിടെ അങ്ങനെ കടന്ന് വളരും. അപ്പൊ കൃത്യമായ പാരന്റിംഗ് ലഭിക്കാത്ത കുട്ടികൾ ഭൂരിഭാഗവും വയലൻസിലേക്കാണ്, കൊള്ളയിലേക്കാണ്, കൊലയിലേക്കാണ് ചെന്ന് ചാടുക എന്നുള്ളത് കൃത്യമായി ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ പോലും കൃത്യമായി രേഖപ്പെടുത്തി വെച്ച, സൈക്കോളജിസ്റ്റുകൾ പോലും രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യമായി നമുക്കതിനെ വായിച്ചെടുക്കാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലാണ് പ്രബോധനം ചെയ്തത്. 950 കൊല്ലം മോനോട് പറയുന്നുണ്ട്, മോനെ ഇസ്ലാമിലേക്ക് വരണം. മോൻ വന്നില്ല. അള്ളാഹുവിനോട് ഈ സങ്കടം പറയുമ്പോൾ റബ്ബ് പറയുന്നുണ്ട്, നൂഹേ ഇപ്പം ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. ആ ബാപ്പയുടെ മകനാണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മകൻ വന്നുപോയി. നിങ്ങളിൽപ്പെട്ടവനല്ല അവൻ, നിങ്ങളിൽപ്പെട്ടവനല്ല. എന്തതിന്റെ കാരണം എന്നറിയോ? മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലൂത്തിന്റെയും അതുപോലെ തന്നെ നൂഹിന്റെയും അലൈഹിമുസ്സലാം രണ്ടുപേരുടെയും ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും എന്റെ സച്ചരിതരായ 2 അടിമകളുടെ ഭാര്യമാരായിരുന്നു അവർ. അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്, അവർ വഴിപിഴച്ചു പോയവരാണ്, അള്ളാഹുവിന്റെ പാതയത്തിലേക്ക് വരാതിരുന്നവരാണ്. അവർ വളർത്തിയത് കൊണ്ട് തന്നെ ആ മക്കൾ വഴിപിഴച്ചു പോയതാണത്രേ. ആ മക്കളെ ഉമ്മയുടെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാപ്പ മാത്രം കഷ്ടപ്പെട്ടതുകൊണ്ടായില്ല, ബാപ്പയും ഉമ്മയും ഒന്നിച്ചൊരുമിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ. അതിനർത്ഥം മക്കളെ അടിക്കണ്ടെന്നൊന്നുമല്ല. മക്കളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തീർത്തും അത് സൈക്കോളജിക്കലി അത് തെറ്റാണെന്നാണ് ഞാൻ പറയാം. കുറച്ച് സൈക്കോളജി പഠിച്ചതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ചില ഘട്ടങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അടിയും ചെറിയ വേദനപ്പെടുത്തലുകളൊക്കെ വേണ്ടി വരും. അതുകൊണ്ടല്ലേ 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കാൻ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് സൈക്കോളജിക്കലി നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. അടിച്ചു പൊട്ടിക്കാനല്ല, ഉണർത്തലിന്റെ ഒരു ചെറിയ അടി. അതും അടിക്കാൻ പറഞ്ഞുകൊണ്ട് ശരീരം മുഴുവൻ അടിക്കാനും പാടില്ല. മുട്ടിന് താഴെ വളരെ പതുക്കെ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, അത്രയ്ക്ക് പാടുള്ളൂ. മാരകമായി മുറിവേൽപ്പിക്കാനൊന്നും ആർക്കും അവകാശമില്ല, മാതാപിതാക്കൾക്ക് പോലുമില്ല. പിന്നെയല്ലേ ടീച്ചേഴ്സ്,
അപ്പൊ അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കാം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഈ സഹോദരിമാരുടെ അടുക്കൽ വളർന്ന കുട്ടികൾ വഴിതെറ്റിപ്പോയി. എന്നാൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ ആസിയ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ വളർന്നൊരു കുട്ടിയുണ്ട്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആ കുഞ്ഞ് ലോകം കീഴടക്കിയ കുട്ടിയാണ്, പ്രവാചകത്വം ലഭിച്ച കുട്ടിയാണ്, മുഅ്മിനീങ്ങളുടെ മനസ്സ് കീഴടക്കിയ കുട്ടിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അപ്പൊ മാതാവിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമയം വൈകിയതുകൊണ്ട് ഞാൻ ചുരുക്കാം. ഏതായാലും നമ്മുടെ കുട്ടികൾക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ അസുല ഇസ്ലാം ദീൻ എന്നാണ്. ഇന്ന് ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. മോഗൻ എന്ന ചരിത്രകാരനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ദ ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. മോഗൻ, മൈക്കൽ ഹാമിൽട്ടൺ മോഗൻ. അദ്ദേഹത്തിന്റെ ലോസ്റ്റ് ഹിസ്റ്ററിയിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു കമ്പനി ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവൾ വിദേശ സർവകലാശാലയിലൊക്കെ പഠിച്ചു വന്നതാണ്, പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ആൽഗോരിതത്തെ കുറിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് അവളിങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ കാണാണ്, മുഹമ്മദ് മൂസ അൽ ഖവാരിസ്മി. ഒരു അറബി പണ്ഡിതന്റെ രൂപം അതിൽ കാണുമ്പോൾ അവളിങ്ങനെ സ്തബ്ധയായി നിൽക്കുന്ന ഒരു കാഴ്ച മോഗൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, she has lost her own history. അവൾക്ക് അവളുടെ തന്നെ ചരിത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. അവളുടെ തന്നെ ഹിസ്റ്ററി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ചരിത്രം, നമ്മുടെ ബോധ്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇപ്പൊ നമ്മുടെ കുട്ടികൾ SSLC +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കാൻ എന്തെടുക്കണം, ഏത് കോഴ്സ് ചെയ്യണം? ഏത് കോഴ്സ് ചെയ്താലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ധാർമ്മികതയുമായി ക്ലബ് ചെയ്തു പോകാൻ പറ്റുന്ന അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇസ്ലാമിക അടിത്തറയിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നമുക്ക് ഡോക്ടറാക്കണ്ട, എഞ്ചിനീയർ ആകണ്ടെന്നല്ല, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, IAS കാരനാകണം, എല്ലാ മേഖലയിലും നമ്മുടെ മക്കൾ എത്തുമ്പോഴും ആ ധാർമ്മിക മൂല്യങ്ങൾ കൈവിട്ടു പോകാത്തവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. അത്തരം മക്കളാക്കി അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹു